തങ്കം ചേച്ചി മഴ പെയ്യോ? പെയ്യ ആർക്കറിയാം. മഴയുടെ കാര്യമൊക്കെ ഇപ്പൊ എങ്ങനെയാ അറിയണേ? അവിടെ ഭയങ്കര ബഹളായിരുന്നല്ലോ ഇന്നലെ. കേട്ടോ? ഇല്ല പിന്നെ ആഘോഷം എന്തിന്റെ? ഇന്നലെ ജയിച്ചില്ലേ ക്ലീറ്റോന്റെ പാർട്ടി. അതാ സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നേ. ഇന്നലെ എപ്പോഴാ കിടന്നത്? ചിരിയും കളിയും തന്നെയായിരുന്നു. അമ്പിളിച്ചേട്ടന്റെ പാട്ടിൽ ഒരാളെ ജയിച്ചുള്ളൂ. ഞാൻ അറിഞ്ഞു. അതിന്റെ നാണക്കേടിലാള്. ആണോ? സാറിൽ എപ്പോഴും ജയിക്കുന്ന ആൾക്കാരല്ലേ. ഒരാളെങ്കിലും ജയിച്ചെന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കില്ല. സീനിയർ നേതാക്കന്മാര് പ്രശ്നം ഉണ്ടാക്കിയേനെ. ഓ, പക്ഷെ ക്ലീറ്റോന് ഉറപ്പായിരുന്നു തോന്നുന്നു കേട്ടോ ജയിക്കൂന്ന്. അങ്ങനെ അവരുടെ ഇപ്പൊ ഈ ഇലക്ഷൻ നടന്നില്ലേ സൊസൈറ്റിയില്, അവിടെയുള്ള കൊറേ ആൾക്കാർക്ക് ഇവർക്ക് അനുകൂലമായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആണോ? അടിച്ചു വരാ അല്ല പണിയൊക്കെ കഴിഞ്ഞ എന്നിട്ട് പണിയാ ഇതും കൂടെ ഉള്ളോ? തുണി 3-4 ഉണ്ടായുള്ളൂ. ഒന്ന് കഴുകിയിട്ടില്ലെങ്കിലേ കിടന്ന് കൂടും. എന്താ ചോദിച്ച നേരത്തെ? കറി എന്താ വെച്ചെന്ന്? രസം. അതാകുമ്പോ പൊടി അങ്ങ് പൊട്ടിച്ചിട്ടാ മതിയല്ലോ അല്ലേ കള്ളി? അല്ല, തന്നെ ഉണ്ടാവും രസം. പൊടി ഇട്ടിട്ട് മല്ലിയില തക്കാളിക്ക് ഇടണ്ടേ? ഭയങ്കര പണിയല്ലേ. ഒന്നുമില്ല. എന്താ 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 ഞാനൊരു കാര്യം പറയട്ടെ? ആരോടെങ്കിലും പറയോ? ഇല്ല, അങ്ങോട്ട് വാ. പറയില്ലാന്ന്. വേണ്ട, ഒന്നുമില്ല. തങ്കം ചേച്ചി ഇത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതാ അത് പറ്റില്ല. എന്നാ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം പറയട്ടെ എന്ന്. ഇങ്ങോട്ട് പറ പ്ലീസ്. എന്താ? ഞാൻ പറയോ? ഇല്ല. എന്താ? എന്തോ ഉണ്ട്. ഇതെന്നറിയോ? പറഞ്ഞാല് പ്രശ്നമാണ്. ഞാൻ ക്ലീറ്റോന് സത്യം ചെയ്തതാ. എന്താ? പറ. സത്യം പറയുന്നു. പറയില്ല എന്ന് സത്യം പറയും. സത്യം പറയില്ല. അങ്ങനെ അമ്പിളിക്കൂട്ടൻ ഞാൻ വിളിച്ച് സത്യം പറ. അത്രയ്ക്ക് വലിയ കാര്യമാണോ? അതല്ലേ. അമ്പിളിക്കുട്ടൻ ചേട്ടനെ പിടിച്ച് സത്യം പറയില്ല. പറയരുതിട്ടാ. പറയില്ലാന്ന്. ആണോ? അടക്കിയില്ലേ? കഴിഞ്ഞു. ഇലക്ഷനെ നമ്മളെ പാർട്ടിയിൽ ഒരാൾ ജയിച്ചല്ല, അതിൽ മേൽഘടകത്തിൽ നിന്ന് വിളിച്ച് എന്നെ അഭിനന്ദിച്ചു. ആണോ? പിന്നെ നമുക്ക് ഒട്ടും സ്വാധീനം ഇല്ലാത്ത സ്ഥലമല്ലേ. ഞാൻ വിചാരിച്ചില്ല ആരും ജയിക്കുമെന്ന്. ഞാൻ ചീത്ത വിളി കിട്ടുമെന്നാണ് വിചാരിച്ചത്. മാഡം എന്തായിരുന്നാലും അത് കൊള്ളാം. അമ്പിളിച്ചേട്ടാ, എന്താ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ. എന്തോ ആശുപത്രിയിലും വേണോ? വേണ്ട. പിന്നെ അതെ, തങ്കം ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. അത് അമ്പിളിച്ചേട്ടനോട് പറയാണ്ട് എനിക്കൊരു. അത് പറ. അതിന് ശ്വാസം മുട്ടണ പുറത്ത് വരട്ടെ. പറയട്ടെ? എന്താണ്? പക്ഷെ അത് ആരോടും പറയരുത്. ആരോടും പറയലെന്ന് വെച്ചാൽ അത്ര രഹസ്യമാണ്. തങ്കം ചേച്ചി എന്നെ കൊണ്ട് അമ്പിളിച്ചേട്ടനെ പിടിച്ച് സത്യടിപ്പിച്ചതാ. അതാ എനിക്കൊരു ടെൻഷൻ. നീ പറയാൻ കാര്യം പറ. പറയട്ടെ? പക്ഷെ ആരോടും പറയരുത്. പറയില്ല. പ്രോമിസ്. നിന്നാണ്, നിന്റെ അച്ഛനാണ് സത്യം. അച്ഛനെ പിടിച്ചൊന്നും സത്യം വേണ്ട. നിന്നാണ് സത്യം. ശരിക്കും ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടി. ആരോടും പറയല്ലേ. തങ്കം ചേച്ചി എന്നെ കൊണ്ട് സത്യടിപ്പിച്ചാട്ടോ. അറിഞ്ഞു കഴിഞ്ഞാ
എന്ത് ചിരിക്കണം, എനിക്ക് നാണക്കേടാവും. ഞാനത് ആലോചിച്ച് ചിരിച്ചതാണ്. അധികം ചിരിക്കട്ട, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാ. അരിയേ വെള്ളേ സർ. ഹലോ അമ്പിളി ചേട്ടാ, ഇതൊക്കെ എവിടെ സുഖം. എന്തിവിടെ? ചേട്ടനൊക്കെ പിന്നെ ഒരു ഗ്ലാസ് പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തെന്നൊക്കെയാണല്ലോ അറിഞ്ഞത്, നമ്മളെയൊന്നും അറിയിച്ചില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്, എടുക്കാനായിട്ട് ഒരു ധാരണയുണ്ട്. പിന്നെ എന്നാലും ഒരാളിനെ ജയിപ്പിച്ചല്ലോ ഒരു വോട്ടിന്. ഏയ് ഞാൻ ഒരു സത്യം പറയണ്ട. ചേട്ടൻ പറഞ്ഞു? രഹസ്യമാണ്, പരമ രഹസ്യമാണ്. പറഞ്ഞു കേട്ടാ. ആരോടും പറയരുത്. ഇല്ല, എൻ്റെ ഭാര്യയുടെ തലയിലടി സത്യം ചെയ്താണ് വന്നിരിക്കുന്നത്. ഇത്രയും കാലം ചേട്ടൻ പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയാം. ആ വിശ്വാസവും ആ സ്നേഹവും ഉണ്ട്. Alien versus Alien.